വിനോദ്, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്ന് പോലീസ് സേനയിലെ മാറ്റങ്ങൾ, അഴിച്ചുപണികൾ, സേനയുടെ നിലപാട്, സേനയെ സർക്കാർ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന രീതി, ഇതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇപ്പോഴിതാ സർക്കാർ മാറി വരുമ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് സേനയിൽ എന്തു മാറ്റമുണ്ടാകും? തീർച്ചയായും ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യത നമുക്ക് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു നാണയത്തിന് രണ്ടു വശമായി തന്നെയാണ് ഈ പോലീസ് സേനയിലെയും കാണേണ്ടത്. കാരണം ആത്മാർത്ഥമായി സത്യസന്ധമായി ജോലി ചെയ്യുന്ന നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതേസമയം അനാവശ്യമായി, അതായത് പോലീസിനെ കൊണ്ട് പൊറുതിമുട്ടുന്ന ജനതയും നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. അതാണ് അതിൻ്റെ വസ്തുത. നമുക്ക് ആ ഡേറ്റയിലേക്ക് പോകുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പോലീസ് സേനയ്ക്കകത്ത് തന്നെ ഉണ്ടാകുന്ന സമ്മർദ്ദമുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം യഥാർത്ഥത്തിൽ ഏറ്റവും ധൈര്യത്തോടുകൂടി വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ട, പ്രതിസന്ധിയിലാകുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു വിഭാഗമാണ് പോലീസ് സേന. ആ സേനയിലുള്ളവർ തന്നെ ആത്മഹത്യ ചെയ്യുന്നു എന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന കണക്കുകളാണല്ലോ. നമുക്ക് ആദ്യം ആ ഡേറ്റകളിലേക്ക് പോയി വിഷയത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു വിനോദ്. തീർച്ചയായും അഭിലാഷ്, നാട്ടിൽ സമാധാനം പുലരണമെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പോലീസുകാർക്ക് സമാധാനം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഒരു വിഭാഗം പോലീസുകാർ തന്നെ പറയുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവർ ഒരു പ്രഷർ കുക്കറിനകത്ത് ഉള്ളതുപോലെ അങ്ങനെയും വലിയ സമ്മർദ്ദത്തിൽ, പ്രഷറിലാണ് പല പോലീസുകാരുടെയും ജീവിതമുണ്ടായിരുന്നത്. കാരണം ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ നടപടിക്രമങ്ങളിൽ അല്ലെങ്കിൽ സുരക്ഷ നൽകുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നു കഴിഞ്ഞാൽ, ഒരു അച്ചടക്കരാഹിത്യമെന്ന് സംശയമുണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ അത് കാര്യമായ എൻക്വയറി പോലും ഇല്ലാതെ തങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന ഭയം, ഒരുപക്ഷെ നടപടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ഉണ്ടായ സംഭവം ഉണ്ടാകാം, അല്ലെങ്കിൽ അതൊരു അവരുടെ തോന്നൽ മാത്രമായിരിക്കാം. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി എല്ലാവർക്കും അറിയാവുന്നതാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരിക്കും. ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വരുന്ന ആഭ്യന്തര വകുപ്പ്, പോലീസ് സേന, ആ സേനയിലുള്ള ആളുകൾക്കെല്ലാം തന്നെ അത്തരമൊരു അനിശ്ചിതാവസ്ഥ, തങ്ങളുടെ തൊഴിൽ സംബന്ധിച്ചൊരു ആശങ്ക, ഭയം, ഇതെല്ലാം ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾ കുറ്റക്കാരാകുമോ എന്നൊരു പേടി, അത് എന്ത് തന്നെ ആകട്ടെ. പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ ആത്മഹത്യ ചെയ്ത പോലീസുകാരുടെ എണ്ണം 138ആണ്. ഒരു കാലത്തും ഇത്തരത്തിൽ പോലീസിൽ പോലീസ് ഉദ്യോഗസ്ഥർ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള കണക്കുകളാണ് നമുക്ക് മുന്നിലുള്ളത്. തിരുവനന്തപുരം സിറ്റിയിൽ 9 പേർ, തിരുവനന്തപുരം റൂറലിൽ 22 പേർ. അതായത് 10 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം റൂറൽ ജില്ല മേഖലയിൽ മാത്രം ആത്മഹത്യ ചെയ്തത് 22 പേരാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോലീസുകാർ ആത്മഹത്യ ചെയ്തത് റൂറലിലാണ്. കൊല്ലത്ത് 4 പേർ, പത്തനംതിട്ട 3 പേർ, ആലപ്പുഴയിൽ 17 പേർ. ഇതിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇതിലുണ്ട്. ഇതെല്ലാം ഒരുപക്ഷെ മേലുദ്യോഗസ്ഥരുടെ പീഡനം കൊണ്ട് മാത്രമല്ല, രോഗബാധിതരായിട്ടുള്ള ആളുകളുണ്ട്, സാമ്പത്തിക പ്രയാസം നേരിടുന്നവരുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ആത്യന്തികമായി സേനയിൽ നിന്ന് അവർക്കൊരു പിന്തുണ ലഭിക്കുന്നില്ല എന്നത് തന്നെയായിരുന്നു വലിയ പ്രശ്നമായി ഉണ്ടായിരുന്നത്. നാട് വിട്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മേലധികാരികളുടെ പീഡനം സഹിക്കവയ്യാതെ എന്തുകൊണ്ട് പല മേലധികാരികളും അങ്ങനെ പെരുമാറുന്നു എന്ന ചോദ്യം ഉയരുമ്പോഴാണ് അവർക്ക് മുകളിൽ നിന്ന് വരുന്ന പ്രഷർ ഒരു ബാധ്യതയായി മാറുന്നത്, അല്ലെങ്കിൽ അതൊരു ഭയമായി മാറുന്നത്. ഇതെല്ലാം തന്നെ ഏറ്റവും ഒടുവിൽ ചെന്ന് കലാശിക്കുന്നത് ആത്മഹത്യയിലേക്കാണ്. കോട്ടയത്ത് 10 പേർ, ഇടുക്കിയിൽ 8 പേർ, അതോടൊപ്പം എറണാകുളത്ത് സിറ്റിയിൽ 7 പേർ, എറണാകുളം റൂറലിൽ 11 പേർ, തൃശ്ശൂർ സിറ്റിയിൽ 7 പേർ, തൃശ്ശൂർ റൂറലിൽ 6 പേർ, പാലക്കാട് 3 പേർ, മലപ്പുറത്ത് 6 പേർ. കണക്കിങ്ങനെ നീളുകയാണ്. നമുക്ക് ഈ കണക്കുകളിലേക്ക് വരാം. മാത്രമല്ല, ഈ പോലീസുകാരിങ്ങനെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് സർക്കാർ ചില നടപടികൾ കൊണ്ടുവന്നിരുന്നു. ഇവർക്ക് യോഗ ക്ലാസ് നൽകുക, ഇവരുടെ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ ഇവർക്ക് ആവശ്യമായ അവധി, അല്ലെങ്കിൽ അർഹതപ്പെട്ട അവധിയെങ്കിലും കൊടുക്കാൻ യൂണിറ്റ് മേധാവികൾക്ക് നിർദ്ദേശം പല DGPമാർ ഈ 10 കൊല്ലത്തിനിടയിൽ മാറി മാറി വന്നു. ഇവരെല്ലാം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ അവർക്ക് അവധി കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, 14 മണിക്കൂറും 16 മണിക്കൂറും ഒക്കെ തന്നെ ഒരു ദിവസം പണിയെടുക്കേണ്ടി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഒരുപക്ഷെ നമ്മൾ വിരമിച്ച ഉദ്യോഗസ്ഥരോടൊക്കെ, ഉന്നത ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഈ അംഗബലം നോക്കുമ്പോൾ പോലീസ് സേനയിൽ ഏതാണ്ട് 50,000-ഓളം സേനാംഗങ്ങളുണ്ട്.
മിനിസ്റ്റീരിയൽ സ്റ്റാഫുകൾ ഉൾപ്പെടെ ഏതാണ്ട് 55,000-ഓളം പേർ വരുന്ന ഒരു വലിയൊരു സേനാ വിഭാഗമാണ്. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്രയധികം ആളുകളില്ല. പക്ഷേ ഇവരെ ഡിപ്ലോയ് ചെയ്യുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ, ഇവരുടെ ഒരു പുനഃക്രമീകരണം നടത്തിയാൽ ഇവരുടെ ജോലി ഭാരം കുറഞ്ഞു വരും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വലിയ ജോലിഭാരം നേരിടുന്നുണ്ട്. അവർക്ക് പിങ്ക് പോലീസുണ്ട്, കൺട്രോൾ റൂമുണ്ട്, പാറാവ് നിൽക്കേണ്ടി വരുന്നുണ്ട്, കോടതി ഡ്യൂട്ടിക്ക് പോകേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പല സ്റ്റേഷനിലും അംഗബലം വളരെ കുറവാണ്. വനിതാ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നത് കാലങ്ങളായി ഉള്ള ഒരു ആവശ്യമാണ്. പക്ഷേ അതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. പരിക്കേറ്റിട്ട് പോലും വളരെ പ്രധാനപ്പെട്ട കേസുകളിൽ കുപ്രസിദ്ധരായ പ്രതികളുമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ഈ ആളുകളില്ലാത്തതിൻ്റെ പേരിൽ വലിയ സുരക്ഷയില്ലാതെ ഇത്തരം പ്രതികളെയൊക്കെ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അവർ ചാടിപ്പോകാറുണ്ട്, പോലീസുകാരെ ആക്രമിക്കാറുണ്ട്. ഇത്തരം സംഭവങ്ങളെല്ലാം സേനയിൽ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മാനസിക സമ്മർദ്ദത്തിലേക്കാണ് ഇവരെ തള്ളിവിടുന്നത്. ഏറ്റവും ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന തരത്തിലേക്ക് പോലീസ് സേന ചെന്ന് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് പുതിയ ആഭ്യന്തരമന്ത്രിക്ക് വലിയ വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്നത്. എങ്ങനെ ഈ സേനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിലുള്ള പോലീസുകാരുണ്ട്, ARലും അല്ലെങ്കിൽ മറ്റ് ക്യാമ്പുകളുണ്ട്, പോലീസിൻ്റെ SAP ഉൾപ്പെടെയുള്ള ക്യാമ്പുകളുണ്ട്. അവിടെയൊക്കെ ഉള്ള പോലീസുകാർക്ക് എല്ലാ ദിവസവും ഏതെങ്കിലും സമരമുഖങ്ങളിൽ പോകേണ്ടി വരുന്നില്ല, സമരങ്ങളെ നേരിടേണ്ടി വരുന്നില്ല, അക്രമം നേരിടേണ്ടി വരുന്നില്ല. അങ്ങനെയുള്ളവരെ മറ്റ് സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് വിനിയോഗിക്കുക, അങ്ങനെ ഈ സ്റ്റേഷനിൽ ആളുകളുടെ എണ്ണം കൂട്ടി, അതൊക്കെ ഇതിൻ്റെ നയത്തിൽ വരേണ്ടതാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ആലോചനയിൽ വരേണ്ട കാര്യമാണ്. അങ്ങനെ സാധ്യമായാൽ ഒരുപക്ഷേ ഈ ട്രാഫിക് നിയന്ത്രണത്തിനുൾപ്പെടെ കൂടുതൽ ആളുകളെ ഉപയോഗിക്കാൻ കഴിയും. VIP ഡ്യൂട്ടികൾക്ക് ആളുകളെ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഈ VIP ഡ്യൂട്ടികൾക്കൊക്കെ തന്നെ 40 വണ്ടി പോലീസും അത് അങ്ങനെ വലിയൊരു പടയോടുകൂടി ഒരു VIPയുടെ പിറകെ പോലീസിനെ അയക്കേണ്ടതുണ്ടോ? ഈ പോകുന്ന പോലീസ് വാഹനങ്ങൾ, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ പൈലറ്റും എസ്കോർട്ടും ഒക്കെ ഇന്നോവ കാറാണ്. ഇതിന് മുന്നിൽ ബൊലേറോ ജീപ്പാണ് പോകുന്നത്. ആ ജീപ്പുകളൊക്കെ പലതും കണ്ടം ചെയ്യാറായ ജീപ്പുകളാണ്. പുതിയ ജീപ്പുകൾ വരുന്നില്ല എന്നതല്ല, പക്ഷെ നമ്മൾ ഈ തെരുവുകളിലൂടെ പോകുമ്പോൾ, നിരത്തുകളിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് പോലീസ് വണ്ടികൾ. തുരുമ്പിച്ച എത്രയോ പോലീസ് വണ്ടികൾ ഇപ്പോഴും ഈ റോഡിൽ ഓടുന്നു. ഈ ഇന്നോവയ്ക്ക് മുന്നിൽ ഓടേണ്ടത് ഇത്തരത്തിൽ തുരുമ്പെടുത്ത പോലീസ് ജീപ്പാണ്. ഇതിൻ്റെ വേഗത്തിന് അനുസരിച്ച് ഈ ജീപ്പുകൾ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ ഓടിക്കേണ്ടി വരും. ആ വാഹനത്തിൻ്റെ ശേഷി എത്രമാത്രം കുറവാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. മറ്റൊന്ന്, നമുക്ക് ഈ കണക്കുകൾ കൂടി നോക്കിയിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. പോലീസിന് ഇന്ധനക്ഷാമം. കോഴിക്കോട് ആത്മഹത്യ ചെയ്തത് 5 പേർ 10 കൊല്ലത്തിനിടയിൽ. കോഴിക്കോട് റൂറലിൽ 4 പേർ, വയനാട്ടിൽ 5 പേർ, കണ്ണൂർ സിറ്റിയിൽ 4 പേർ. ഇങ്ങനെ ആത്മഹത്യകൾ വരുന്നു. കാസർഗോഡ് 6 പേർ, കണ്ണൂർ റൂറലിൽ ഒരാൾ. ഇത്രയും ആത്മഹത്യ, 138 ആത്മഹത്യ. ഇനി പോലീസിലെ ഇന്ധനക്ഷാമം നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പല തവണയാണ് സർക്കുലർ പുറത്തു വന്നത്. DGPയുടെ ഓഫീസിൽ നിന്നടക്കം ഈ മറ്റ് താഴോട്ടുള്ള യൂണിറ്റുകൾക്ക്, അത് കമ്മീഷണർമാർക്കും ACPമാർക്കും DYSPമാർക്കും SP-മാർക്കും ഒക്കെ തന്നെ വന്നിട്ടുള്ള സർക്കുലറിൽ പറയുന്നത് ഇന്ധനം അടിക്കാൻ പണമില്ല, ഡീസൽ അടിക്കാൻ പണമില്ല, സർക്കാരിൻ്റെ പണം ലഭിക്കുന്നില്ല, ബജറ്റിൽ വകയിരുത്തിയ തുക കഴിഞ്ഞുപോയി, ധനവകുപ്പിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയി കടം വാങ്ങണം എന്ന് പലകുറി യൂണിറ്റ് മേധാവിമാരോട് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ആവശ്യപ്പെടുകയാണ്. അവിടെയുള്ള പ്രശ്നം, അവർക്ക് ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ കടം ചോദിക്കുന്ന പമ്പുടമയ്ക്ക് ഒരു ബാറുണ്ടാകും, കോറിയുണ്ടാകും, മറ്റ് പല ബിസിനസ്സും ഉണ്ടാകും. അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഹിതകരമല്ലാത്തത് നടക്കുന്നുവെങ്കിൽ ഈ കടം വാങ്ങിയതിൻ്റെ പേരിൽ പോലീസ് അതിന് കണ്ണടച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട്, അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവരോട് കടം വാങ്ങാൻ പറയുന്ന ഒരു സിസ്റ്റം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ആ സിസ്റ്റമൊക്കെ മാറ്റേണ്ട വലിയ ഉത്തരവാദിത്തമാണ് രമേശ് ചെന്നിത്തലയുടെ ചുമലിലേക്ക് വരുന്നത്. അഭിലാഷ്. യെസ്, തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ തന്നെ പോലീസ് സേനയിലെ ഒരു മാറ്റം അല്ലെങ്കിൽ അഴിച്ചുപണി ഉണ്ടാകും. അതോടൊപ്പം തന്നെ അവരുടെ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികളെ മറികടക്കുന്നതിന് വേണ്ടി, ഒപ്പം നമുക്കറിയാമല്ലോ കഴിഞ്ഞ കാലഘട്ടത്തിലടക്കം ഉണ്ടായിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഈ പോലീസിന്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ മാമ്പഴം പോലും മോഷ്ടിക്കുന്ന പോലീസിനെ അടക്കം നമ്മൾ കണ്ടതാണ്. ജനത, അതായത് പബ്ലിക്കിനോട് കൃത്യമായി മര്യാദ പുലർത്താത്ത പോലീസ് സേനയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപമര്യാദയായി പെരുമാറിയിട്ടുള്ള നിരവധിയായ ആളുകളെ കണ്ടിട്ടുണ്ട്. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജനങ്ങളോടുള്ള ഒരു സമീപനത്തിൽ അടക്കം മാറ്റം വരേണ്ടതുണ്ട്. ഇപ്പോൾ കാലം മാറുമ്പോൾ കൂടുതൽ ജനകീയതയാണ് പോലീസിലും ഉണ്ടാകേണ്ടത്. അങ്ങനെയൊരു മാറ്റവും ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അതിനുള്ള ശ്രമവും പ്രതീക്ഷിക്കാമോ വിനോ?
അഭിലാഷ്, അവിടെയും ഒരു ഒളിച്ചുകളി നടന്നിട്ടുണ്ട് എന്നതാണ്. ഈ സർക്കാർ വളരെ അഭിമാനപൂർവ്വം, അതായത് കഴിഞ്ഞ സർക്കാർ, ഇടതുമുന്നണി സർക്കാർ അഭിമാനപൂർവ്വം പറഞ്ഞതാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള, ഗുണ്ടാ പശ്ചാത്തലമുള്ള, മാഫിയ ബന്ധമുള്ള പോലീസുകാരെ സർവീസിൽ നിന്ന് ഇതാ പിരിച്ചുവിട്ടിരിക്കുന്നു. ഏതാണ്ട് 70-ലധികം പോലീസുകാരെ പിരിച്ചുവിട്ട പട്ടികയാണ് സർക്കാർ പുറത്തുവിട്ടത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താണ്? ഷാഫി പറമ്പിലിന് നേരെ ഒരു ലാത്തി ചാർജ് നടക്കുമ്പോൾ ആ പോലീസുകാരൻ, പിരിച്ചുവിട്ടപ്പെട്ട പോലീസുകാരൻ്റെ ചിത്രം അപ്പോൾ ടെലിവിഷൻ സ്ക്രീനുകളിലെല്ലാം വരികയാണ്. അവിടെ മുതലാണ് ഒരു ചോദ്യം ഉയരുന്നത്, എങ്ങനെ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട പോലീസുകാരൻ വീണ്ടും സർവീസിൽ വന്നു? അവിടെയാണ് നിയമപ്രകാരം കോടതിയെ സമീപിച്ചുകൊണ്ട് ഇങ്ങനെ പോലീസുകാർക്ക് പിരിച്ചുവിട്ടാലും തിരികെ വരാം. അവിടെ സർക്കാരിൻ്റെ വലിയ എതിർപ്പുണ്ടാകുന്നില്ല. അതായത് പ്രോസിക്യൂട്ടർ അതിനെ കാര്യമായി എതിർക്കാൻ പോകുന്നില്ല. പോലീസ് അസോസിയേഷൻ്റെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ തന്നെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇവർ സർവീസിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്രോസിക്യൂഷൻ അതിൽ ശക്തമായൊരു നിലപാടെടുക്കുകയോ കോടതിയിൽ അല്ലെങ്കിൽ അവരുടെ ട്രിബ്യൂണലിൽ ഇതിനെ എതിർക്കുകയോ ചെയ്യാതെ അവർക്ക് സർവീസിൽ കയറാനുള്ള അവസരമുണ്ടാക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ പിരിച്ചുവിട്ടപ്പെട്ടതിൽ 99% പേരും ഇതിനകം തന്നെ സർവീസിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കറിയാമോ, ഏറ്റവും കുപ്രസിദ്ധമായ ഒരു കേസാണ് നെടുങ്കണ്ടത്തെ ഉരുട്ടിക്കൊല. ആ ഉരുട്ടിക്കൊല കേസിലെ ഏതാണ്ട് 5 പോലീസുകാർ ഇപ്പോൾ സർവീസിൽ തിരിച്ച് കയറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഗുണ്ടാബന്ധം ആരോപിച്ച് കമ്മീഷണർ പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥർ, ആ പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ച് കയറുകയും അവർ വടക്കൻ മേഖലകളിലെ ജില്ലകളിൽ ഇപ്പോൾ ജോലി ചെയ്യുകയുമാണ്. അതായത് ഈ ക്രിമിനൽ പശ്ചാത്തലത്തിൻ്റെ പേരിൽ പോലീസുകാരെ പിരിച്ചുവിടുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അത് ഈ സർക്കാർ തുടർന്നാലും അതൊരു കള്ളമായി തന്നെ തുടരും. അതൊരു തട്ടിപ്പാണ്, കണ്ണിൽ പൊടിയിടലാണ്, ജനങ്ങളെ പറ്റിക്കാനുള്ള ഒന്നാം തരം ഒരു തന്ത്രമാണ്. പോലീസുകാരിൽ ചെറിയൊരു വിഭാഗം കുഴപ്പക്കാരുണ്ട്. അവരെ സർവീസിൽ തുടരാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ളത് സർക്കാരിൻ്റെ തീരുമാനം. അത്തരക്കാർ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷേ വലിയൊരു ശതമാനം സാധാരണ മനുഷ്യരാണ്. അവർ ഇതൊരു തൊഴിലായി കാണുന്നു, അവർ ക്രമസമാധാന പാലനം കൃത്യമായി നിറവേറ്റുന്നു. അവർക്ക് മേൽ സമ്മർദ്ദം വരുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അതിൽ തന്നെ ഒരു വിരോധാഭാസം പറയട്ടെ അഭിലാഷ്. ഇപ്പോൾ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുന്ന ഒരു പോലീസുകാരൻ, ആ പോലീസുകാരൻ്റെ മാനസിക സംഘർഷം കുറയ്ക്കാൻ സ്റ്റേഷനിലെ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വരാൻ പറയുകയാണ്. എത്ര മണിക്ക്? പുലർച്ചെ 6 മണിക്ക്, വെളുപ്പംകാലത്ത് 6 മണിക്ക് അയാൾ വരണം. അങ്ങനെയെങ്കിൽ 6 മണിക്ക് സാധാരണ നിലയിൽ ഉറക്കമണിയിട്ട് 8 മണിക്ക് ഡ്യൂട്ടിക്ക് വരുന്നൊരു പോലീസുകാരൻ വീണ്ടും 4:30 മണിക്കോ 5 മണിക്കോ ഉറക്കമണിയിട്ട് അദ്ദേഹം തണുപ്പത്ത് അല്ലെങ്കിൽ മഴയത്ത് ഈ പോലീസ് സ്റ്റേഷനിലെത്തി യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വരണം. അങ്ങനെ ഒരു ക്ലാസ് ആണോ വേണ്ടത്? അതായത് അയാളെ കൂടുതൽ സമയം സ്റ്റേഷനിലേക്ക് വരുത്തി അയാൾക്ക് ഉറങ്ങാൻ പോലുമുള്ള സമയം കുറച്ചുകൊണ്ട് ഒരു യോഗ ക്ലാസ്സിൽ വരുത്തുകയാണോ വേണ്ടത്? അതല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ച് അല്ലെങ്കിൽ 1-2 ദിവസം കൂടുതൽ സമയം അവരെ ഡ്യൂട്ടി സമയത്ത് നിന്ന് ഒഴിവാക്കി അവർക്ക് ഈ പരിശീലനം നൽകുകയാണോ വേണ്ടത്? അത്തരം കാര്യങ്ങളിലേക്കുള്ള ചിന്തയിലേക്ക് പോകണം. കാരണം ജനകീയമായൊരു പോലീസ് വേണമെങ്കിൽ ആ പോലീസിന് ആദ്യം മാനസികാരോഗ്യം വേണം, അവർക്ക് സമാധാനം വേണം. എങ്കിൽ മാത്രമേ നാട്ടിൽ സമാധാനം പുലരുകയുള്ളൂ. അല്ലെങ്കിൽ കണ്ണിൽ കണ്ട ആളുകളെല്ലാം അവർ അടിക്കുന്ന നിലയുണ്ടാകും. എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനമെന്ന് കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് വിശേഷിപ്പിക്കേണ്ടി വന്ന ലാത്തി ചാർജ് ഉണ്ടായി എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. കാരണം ഒപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക്, അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാർക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നിരിക്കണം. കാരണം നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് ഒരു അലോസരമുണ്ടായാൽ അത് തങ്ങളുടെ കഴിവുകേടായി ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് കണ്ണിൽ കാണുന്ന ആളുകളെ തല്ലുക എന്നൊരു നിലയിലേക്ക്, ചെടിച്ചട്ടി എടുത്ത് തലയിലടിക്കുക അല്ലെങ്കിൽ ലാത്തി കൊണ്ട് തലയിലടിക്കുക, ആ തരത്തിൽ രക്ഷാപ്രവർത്തനം എന്ന നിലയിലേക്ക് അവർക്ക് പോകേണ്ടി വരും. അത്തരമൊരു സമ്മർദ്ദം അവർ തൊഴിലിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്നത് കൊണ്ടാണ്. ആ സമ്മർദ്ദം ഒഴിവായാൽ പോലീസിന് കുറച്ചുകൂടി സമാധാനം കിട്ടും. അങ്ങനെയെങ്കിൽ അവർക്ക് നന്നായി പെരുമാറാൻ കഴിയും. മാത്രമല്ല പോലീസ് എപ്പോഴും കാഴ്ചക്കാരായി നിൽക്കണമെന്നല്ല. ഇപ്പോൾ ഒരു അക്രമാസക്തമായ ജനക്കൂട്ടം ഒരു ഉത്സവപ്പറമ്പിലെ അടിപിടി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം കൈവിട്ടു പോകുന്നു. ആ സമയത്തൊക്കെ പോലീസിന് അവരുടെ കായിക ശേഷി ഉപയോഗിക്കാം. അതിന് തന്നെയാണ് ആ സംവിധാനങ്ങളെല്ലാം പോലീസിന് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ കണ്ണിൽ കണ്ട ആളുകളെ മുഴുവൻ അടിക്കുക, സുരക്ഷയുടെ പേരിൽ ഓടിച്ചിട്ട് തല്ലുക തുടങ്ങിയ തരത്തിലേക്ക് പോലീസ് പോകുന്നത് അവർക്ക് സമ്മർദ്ദം കൂട്ടുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഈ 138 ആത്മഹത്യയിൽ തിരികെ പോലീസിന് മേലുള്ള സമ്മർദ്ദവും മരണവുമായി മാറുന്നതും. അഭിലാഷ്, യെസ്, എന്തായാലും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ തീർച്ചയായും അവിടെ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്ക് പോലീസ് സേനയിൽ വലിയ അഴിച്ചുപണികൾ നടത്തേണ്ടതായി വരും. സേനയുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായി വരും. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കുന്ന പോലെ പോലീസ് ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതിൽ തന്നെ ഒരു വാർത്ത കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടത്തിയ രക്ഷാപ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട പുനരന്വേഷണത്തിന് ഇന്നലത്തെ മന്ത്രിസഭ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിലെത്രയും പെട്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന വിവരം കൂടിയാണ് പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.